പാഠം 778. വെളുക്കാൻ തേച്ചത്. ഹലോ, അതെ. എന്തായി മീനാക്ഷി? ഓവോ, അത് ശരി. എനിക്കറിയായിരുന്നു സംഗതി ഭംഗിയായിട്ട് നടക്കുന്നു. അതല്ലേ മീനാക്ഷിയോട് ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ ഞാൻ പറഞ്ഞത്. ചന്ദ്രപ്പൻ ചേട്ടൻ ഒരു നല്ല മനുഷ്യനാ. എല്ലാവർക്കും പുള്ളിക്കാരനെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. ശരി, അപ്പൊ വിളിച്ച സന്തോഷം. ഓ, ഞാൻ സത്യപാലനെ വിളിച്ച് പറഞ്ഞോളാം. ഓ ശരി. ആരാണ് ഈ ചന്ദ്രപ്പൻ? എന്താ? ഏതോ ഒരു ചന്ദ്രപ്പനെ പറ്റി നീ പുകഴ്ത്തി പറയുന്ന കേട്ടല്ലോ. ആരാണ് അദ്ദേഹം? സത്യപാലം വക്കീലിന്റെ ചേട്ടൻ, കൃഷി വകുപ്പിലെ ചന്ദ്രപ്പൻ ചേട്ടന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തെക്കുംപുറത്തെ മീനാക്ഷിക്ക് കൃഷി വകുപ്പിൽ എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. ഇന്നലെ എന്നോട് കാര്യം പറഞ്ഞതോടെ ഞാൻ ചന്ദ്രപ്പൻ ചേട്ടന്റെ കാര്യം ഓർത്തതുകൊണ്ട് മീനാക്ഷി അങ്ങോട്ട് പറഞ്ഞു വിട്ടു. വിചാരിച്ചതുപോലെ തന്നെ പുള്ളിക്കാരൻ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. നല്ല മനുഷ്യനാ മോനേട്ടാ. സത്യം പറഞ്ഞാൽ നമ്മുടെ സർക്കാർ സർവീസുകളിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ കാണാനുണ്ടാവില്ല. നാട്ടുകാർക്കൊക്കെ പുള്ളിക്കാരനെ പറ്റി നല്ല അഭിപ്രായോ. ഓരോ ദിവസവും സത്യപാലനെ വിളിച്ച് എത്ര പേരാണ് ചന്ദ്രപ്പൻ ചേട്ടനെ പറ്റി നല്ലത് പറഞ്ഞെന്നറിയാമോ? നീ പറയുന്നത് കേട്ടാൽ ഈ നാട്ടിൽ സത്യസന്ധനായ ഒരേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉള്ളൂ എന്ന് തോന്നുമല്ലോ. നിനക്ക് കൃഷി വകുപ്പിലെ ചന്ദ്രപ്പനെ മാത്രമേ അറിയൂ എന്നുള്ളതാണ് കാര്യം. അങ്ങനെയല്ലല്ലോ മോഹനേട്ടാ. അത്രയ്ക്ക് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ വേറെ ഉണ്ടെങ്കിൽ അവരെ പറ്റി ഈ നാട്ടുകാരൊക്കെ നല്ലത് പറയണ്ടേ? അങ്ങനെ ഒരാളെ പറ്റി നാട്ടുകാർ നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലേ. നീ കേട്ടിട്ടില്ല എന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുറ്റമല്ല. കേരളത്തിലെ സർക്കാർ സർവീസിൽ ഏകദേശം 5 ലക്ഷം ഉദ്യോഗസ്ഥരുണ്ടാവും. അവരിൽ എത്രയോ പേർ നല്ല മനുഷ്യന്മാരുണ്ടാവും. അവരെ പറ്റിയൊക്കെ അവരുടെ അടുത്ത് പോയവർ നല്ല അഭിപ്രായം പറയും. മോഹനേട്ടാ, ഞാനൊരു വക്കീലല്ലേ. എത്രയോ പേര് ഓരോരോ ആവശ്യങ്ങൾക്കായി എന്നെ കാണാൻ വരാറുണ്ട്. അവർക്കൊക്കെ പലപ്പോഴും പല സർക്കാർ ഓഫീസുകളിൽ നിന്നും പലതരം കാര്യങ്ങൾ സാധിക്കാനുണ്ട് താനും. അങ്ങനെ പോയവരൊക്കെ തിരിച്ചു വന്ന് എന്താണ് എന്നോട് പറയാറുള്ളതെന്നറിയാമോ? വക്കീലേ, നമ്മുടെ സർക്കാർ ഓഫീസുകളിലെ കാര്യം പറയാതിരിക്കാൻ നല്ലതെന്ന്. ഓ, പക്ഷേ ചന്ദ്രപ്പൻ ചേട്ടനെ കാണാൻ പോയവർക്കൊന്നും ഒരിക്കലും ഒരു പരാതി ഉണ്ടായിട്ടില്ല. നീ ചന്ദ്രപ്പൻ ഒരു ഫോട്ടോ എടുത്ത് കുറച്ച് ചന്ദ്രത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്നോ? പറയുന്ന കേട്ട നാട്ടിൽ വേറെ നല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ലെന്ന് തോന്നുമല്ലോ. വേറെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരെ പറ്റിയും വേണമെങ്കിൽ നല്ലത് പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ നല്ലത് പറയണമെങ്കിൽ അവരെ പറ്റി എനിക്ക് നല്ലത് തോന്നണം. അല്ലെങ്കിൽ അവരെ പറ്റി വേറെ ആരെങ്കിലും എന്നോട് നല്ലതൊന്ന് പറയണം. ഒരാളെ പറ്റിയും ഒരാളും എന്നോട് നല്ലത് പറഞ്ഞിട്ടില്ല. ഒരാളെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഓഫീസർക്ക് പിടിക്കൂല. നമസ്കാരം സാറേ. ഞാൻ സാറിനെ കാണുന്നതിന് വേണ്ടി വീട്ടിലോട്ട് വരികയായിരുന്നു. കുറച്ച് താമസിച്ചു. തീർച്ചയായും ഞാൻ എന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഇന്ന് ഇറങ്ങിയത്. എന്താ കാര്യം? അല്ല സാറേ, നമ്മുടെ പുഷ്കരന്റെ ഒരു പ്രശ്നമാണ്. സപ്ലൈ ഓഫീസിൽ ഒരു അപേക്ഷയായിട്ട് അവൻ ചെന്നപ്പോ അവന്റെ റേഷൻ കാർഡിലെ പേരും ആധാർ കാർഡിലെ പേര് രണ്ടും രണ്ടായിട്ട്. റേഷൻ കാർഡിൽ KP പത്മനാഭൻ എന്ന്, ആധാർ കാർഡിൽ KP പുഷ്കരൻ എന്നും. അതാകെ ഗുലുമാലായി. ഇനിയിപ്പം വില്ലേജ് ഓഫീസർ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കുമെന്നാണ് പുഷ്കരൻ പറയുന്നത്. അത് വലിയ പ്രശ്നമായിരുന്നല്ല. റേഷൻ കാർഡും ആധാർ കാർഡുമായി പുഷ്കരനോട് വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഈ രണ്ടുപേരും ഒരാളാണ് എന്ന് ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രശ്നം തീർന്നു. വലിയ ഉപകാരം സാറേ, വലിയ ഉപകാരമെന്ന്. സത്യം പറഞ്ഞ സാറ് വില്ലേജ് ഓഫീസർ ആയതേ പുഷ്കറിന്റെ ഒക്കെ ഭാഗ്യ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇത്ര എളുപ്പത്തിൽ കാര്യം നടക്കുമായിരുന്നാ. ശരി സാറേ, നമ്മുടെ ജോലി ചെയ്യുന്നത് നല്ല മനുഷ്യനാ മോനെ. സത്യം പറഞ്ഞാൽ നമ്മുടെ സർക്കാർ സർവീസുകളിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ കാണാനുണ്ടാവില്ല. നാട്ടുകാർക്കൊക്കെ പുള്ളിക്കാരനെ പറ്റി നല്ല അഭിപ്രായം. സാറേ, എന്താണ് സാർ ആലോചിക്കുന്നേ? എനിക്ക് ഉത്തമനൊരു സഹായം വേണം. എന്താണ് സാറേ? ഇന്ന് രാവിലെ ഭാമ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലന്റെ ചേട്ടനെ പറ്റി കുറെ പുകഴ്ത്തി പറഞ്ഞു.
അയാള് കൃഷി വകുപ്പിൽ എന്തോ ഒരു ചെറിയ ഉദ്യോഗസ്ഥനാണ്. വേറൊന്നും എനിക്കറിയില്ല. അയാളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് ഭാമ കുറെ പ്രാവശ്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ പറ്റി നാട്ടുകാർക്ക് നല്ല അഭിപ്രായമല്ലേ? അയ്യോ അതെന്തോന്ന് സംശയം. പക്ഷെ ഭാമ അത് പറയുന്നില്ല. അയ്യോ, നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറായ ഞാനാണ് അവളുടെ ഭർത്താവ്. എന്നിട്ടും അവൾ പുകഴ്ത്തി പറഞ്ഞത് ചന്ദ്രപ്പന്. ഇത് ശരിയാണോ ഉത്തമ? അത് ഒരിക്കലും ശരിയല്ല സാറേ. ഭാമയുടെ ഈ നിലപാടിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ എന്നെ പറ്റിയും നാട്ടുകാർ തമ്മിൽ തമ്മിൽ പറഞ്ഞാൽ പോരാ, അവർ ഭാമയോട് പോയി പറയണം. എന്താ പറഞ്ഞു വരുമ്പോ അത് ഏതാണ്ടൊക്കെ ശരി തന്നെയാണ്. ആളുകൾ ഓരോരുത്തരായി ഭാമയോട് കെ മോഹനൻ സാറ് നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത ഉപകാരത്തെ പറ്റി പറയുമ്പോ അവൾക്ക് ബോധ്യമാകും ഞാൻ ഈ ചന്ദ്രപ്പനക്കാലൊക്കെ ഒരുപാട് വലിയ ആളാണ് എന്ന സത്യം. അത് കറക്റ്റ് ആണല്ലോ. ഇപ്പോ ഞാൻ പുഷ്കറിന് വേണ്ടി തന്നെ ഒരു വലിയ സഹായം ചെയ്യുന്ന കാര്യം ഉത്തമൻ അറിയാലോ. പിന്നെ അറിയാലോ. ആ കാര്യം ഉത്തമന് ഭാമയോട് പറയാലോ. അയ്യോ ഞാനാ? എന്താ കുഴപ്പം? പുഷ്കറിന് വേണ്ടി ഞാൻ ചെയ്ത സഹായത്തെ കുറിച്ച് ഉത്തമൻ ഭാമയോട് വിസ്തരിച്ചെന്ന് പറയണം. പറയാൻ പോട്ടും കുറയ്ക്കണ്ട, പറയുമ്പോ ഇപ്പൊ കൂടിയിരുന്നോട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. പക്ഷേ സാറേ അതിപ്പം ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്. നാളെ പറഞ്ഞാ മതിയാ? അപ്പൊ പുഷ്കറിനോട് നാളെ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അയ്യോ അത് പറ്റൂല സാറേ, എനിക്കത് ഇന്ന് തന്നെ കിട്ടണം. എങ്കിൽ ഉത്തമൻ ആദ്യം ഭാമയുമായി സംസാരിക്കൂ. ഞാൻ ഭാമയെ വിളിച്ച് ഉത്തമൻ വന്നോ എന്ന് ചോദിക്കും എന്ന് ഓർത്ത് വെച്ചോളൂ. പറ്റിക്കാൻ നോക്കരുത് എന്നർത്ഥം. എന്റെ ഈശ്വര, മറ്റുള്ള വില്ലേജ് ഓഫീസർമാർക്ക് കൈക്കൂലി കൊടുക്കുകയോ കള്ള് വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. ഇതിപ്പോ സ്വന്തം ഭാര്യയുടെ അടുത്ത് പുകഴ്ത്തി പറയണോന്ന് എനിക്ക് ഭ്രാന്തി തന്നെ. എന്നോട് മേക്കിട്ട് കേറിയിട്ട് വല്ല കാര്യമുണ്ടോ കാഞ്ചന സാറേ? സഖി ഇട്ടപ്പോ ബീരാനിക്കോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മോഹനേഷ സാറിനോട് പറയാം. പിന്നല്ലാതെ ആർക്കെങ്കിലും സാറ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് കഴിച്ചു? ആ നമ്മള് പാവം കീഴുദ്യോഗസ്ഥരല്ലേ. വീരാൻ അങ്ങനെ വലിയ വർത്താനം പറയാനൊന്നും ആയിട്ടില്ല. ഇവിടെ കൊണ്ടുവന്ന ആധാരത്തിലെ 6 സെന്റ് പുറമ്പോക്ക അന്നിരുന്ന വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ച് പോക്കൂര് ചെയ്ത് കൊണ്ടുപോയത് അയാള്. പക്ഷേ മോഹനേഷ് സാറിനെ പോലെ ഒരാൾ ഇരിക്കുമ്പോ ആ സ്ഥലത്തിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വീരാൻ കുറച്ച് പാടുപെടും. അതെ, ഇക്കാര്യത്തിൽ ഇങ്ങനെ മോഹനേഷ സാർ ബലം പിടിക്കേണ്ട ഒരു കാര്യമില്ല. ചെയ്യുന്നത് ചെയ്യട്ടെ എന്നോർത്ത് ക്ഷമിച്ചാ പോരെ. പക്ഷെ സാറിന്റെ ലോകത്ത് ഏറ്റവും വലുത് നിയമം. അതുകൊണ്ടെന്താ നാട്ടുകാർക്ക് മോഹനേഷ് സാറിനെ കണ്ണെടുത്താ കണ്ടൂടാ. ഒരാവശ്യത്തിന് ഇവിടെ വരുന്ന സകലനെയും സാറ് മര്യാദ പഠിപ്പിക്കാൻ നിൽക്കും. പിന്നെ എങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുക? ചേട്ടാ, ടൗണിലെ പെട്ടിക്കട നടത്തുന്ന വിശ്വംബര എന്നോട് ചോദിക്കാം, ഹിറ്റ്ലർ ഓഫീസിലുണ്ടോ പ്രൊഫസറേത്? നാട്ടുകാര് മുഴുവൻ സാറിന്റെ ഹിറ്റ്ലർ എന്താ കളിയാക്കി വിളിക്കുന്നത്. അതിശയുള്ളൂ. സാർ, ഞങ്ങള് വെറുതെ ഓരോ തമാശകൾ പറഞ്ഞ കൂട്ടത്തില്. തമാശയായി പറയാൻ പറ്റുന്ന ഒരു പേരാണോ ഹിറ്റ്ലർ? നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എന്നെ പറ്റി നാട്ടുകാർ നല്ലത് പറയുന്നത് നിങ്ങൾ മാത്രമേ കേൾക്കാതെയുള്ളൂ. കാരണം നിങ്ങളുടെ കൂട്ടുകാർ കള്ളന്മാരെ തട്ടിപ്പോരുക. നല്ല മനുഷ്യരോട് എന്നെ പറ്റി അന്വേഷിച്ച് നോക്കണം. അപ്പൊ അറിയാം കെ മോഹനേഷിനെ പറ്റി അവർക്കുള്ള അഭിപ്രായം തന്നു. വക്കീലേ, വക്കീലേ, നമസ്കാരമുണ്ട് വക്കീലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് വക്കീല് കോടതി പോകുന്നില്ലേ? ഇന്ന് ലീവ് ഉത്തമ, കുറെ ജോലി തീർക്കാനുണ്ട്. ഇന്ന് കോടതി പ്രത്യേകിച്ച് കേസൊന്നുമില്ല. അപ്പൊ പിന്നെ വക്കീലാഫീസിലെ കാര്യങ്ങൾ വിദ്യാലക്ഷ്മി നോക്കട്ടെ എന്ന് കരുതി. അത് നന്നായി. വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ ഒരുപാട് സമയം വേണമല്ലോ. അപ്പൊ ഇടയ്ക്കൊരു ദിവസം ലീവ് എടുക്കുന്നത് നല്ലതാ.
അല്ലെങ്കിൽ വക്കീൽ കോടതിയിൽ പോയില്ലെങ്കിൽ തന്നെ എന്താണ്, മോഹനേഷ് സാറിന് നല്ല അന്തസ്സുള്ള ജോലിയുണ്ടല്ലോ, പിന്നെ നല്ല ശമ്പളമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ മോഹനേഷ് സാറ് ഒറ്റയ്ക്ക് സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. ആ, പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ചായ കട കയറി ഒരു ചായ അങ്ങ് കുടിച്ചു. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് ഉത്തമ, കെ മോഹനേഷ് സാറിനെ കാണാൻ വേണ്ടിട്ടാണോ എന്ന്. ഞാനും മോഹനേഷ് സാറും തമ്മിലുള്ള ഇരിപ്പോശം കൃഷ്ണൻകുട്ടി ചേട്ടൻ അറിയാലോ. ഉത്തമ, ആ ഇരിപ്പോശം കണ്ട് ഒന്നും ചെയ്യാൻ പോവല്ലേ. ആള് മോഹനേഷ് സാറാ. എപ്പോഴാണ് നിറം മാറുന്നത് നമുക്ക് പറയാനേ പറ്റില്ല. ഉത്തമനോ? ഏതുത്തമൻ എന്ന് ചോദിക്കാൻ വില്യാഫീസർക്ക് നിമിഷം നേരം മതി. ചുമ്മാ ദൈവദോഷമൊന്നും പറയല്ലേ. കാര്യം പറഞ്ഞാൽ കുറച്ച് ദേഷ്യക്കാരനായിരിക്കും. മുന്നിലും പിന്നിലും നോക്കാതെ എടുത്തിയാടി ചില കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ കെ മോഹനേഷ് സാറ് സത്യം വിട്ട് ഒന്നും ചെയ്യില്ല. നാട്ടുകാർക്കൊക്കെ കെ മോഹനേഷ് സാറിന് ഭയങ്കര ബഹുമാനമല്ലേ. കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്റെ അടുത്ത് പറയാണ്, കെ മോഹനേഷ് സാറിനെ പോലുള്ള ഒരു വില്ലേജ് ഓഫീസർ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യമാണെന്ന്. ഒന്നാലോചിച്ചാ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ സകല കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ കെ മോഹനേഷ് സാറുണ്ടല്ലോ. കാശ് ചെലവാക്കുന്ന കാര്യമാണെങ്കിലോ? ഈ വക്കീല് ഇങ്ങനെ സാറിനെ പറ്റി ദോഷം പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. വക്കീല് സത്യം പറഞ്ഞു കഴിഞ്ഞാ നാട്ടില് വക്കീലിന് അറിയപ്പെടുന്നതേ സത്യഭാമ വക്കീലെന്നല്ല, കെ മോഹനേഷ് സാറിന്റെ ഭാര്യ സത്യഭാമ വക്കീലെന്നാണ്. ആണോ? പിന്നല്ലാതെ എന്തൊക്കെ പറഞ്ഞാലും സാറ് ഒരു സംഭവം തന്നെയാണ്. കൈക്കൂലി വാങ്ങാത്ത, കള്ളു കുടിക്കാത്ത, പുക വലിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഈ നാട്ടിലുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ കെ മോഹനേഷ് സാർ ഒരു വ്യക്തിയല്ല, ഒരു വലിയ പ്രസ്ഥാനമാണ്. സമ്മതിച്ചു. ഉത്തമൻ ഇപ്പൊ വന്ന കാര്യം പറ. അല്ല, വെറുതെ ഇതുവഴി വന്നപ്പോഴേ ഇത് ഇങ്ങനെ വന്നപ്പോ ഇതുവഴി അങ്ങ് കയറി. അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് മനഃപൂർവ്വം കയറി വന്നൊന്നുമല്ല. അതൊരു പതിവില്ലാത്ത വരവാണല്ലോ ഉത്തമ. എന്താണെന്ന് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഇതുവഴി ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങോട്ടൊന്ന് കയറാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഒരുപാട് തിരക്കുണ്ട്. നാളെ വരാം. ശരി ശരി. മോഹനേഷ് സാറൊരു സംഭവം തന്നെ. മോഹനേട്ടന്റെ കൂടെ നടന്ന് മോഹനേട്ടന്റെ ഭ്രാന്ത് ഉത്തമനും പകർന്നു. ഹലോ. ഭാമേ, ഞാനാണ്. എന്താ മോനേട്ടാ? വെറുതെ വിളിച്ചതാ. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ? ഇവിടെ എന്ത് വിശേഷം? അല്ല, നീ ഇന്ന് ലീവാണല്ലോ, വീട്ടിൽ ഒറ്റക്കിരുന്ന് ബോറടിച്ച് കാണുമല്ലോ എന്നോർത്ത് വിളിച്ചതാ. അതിന് ഞാനിവിടെ ചുമ്മാ ഇരിക്കുന്നല്ലോ മോനേട്ടാ. ഓ, കൊറേ തുണി തേച്ചു വെക്കാനുണ്ടായിരുന്നു. അത് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഉത്തമൻ വന്നത്. ഉത്തമൻ വന്നോ? ഏതുത്തമൻ? ഉത്തമൻ. ഉത്തമൻ വരുന്ന മോനോട്ട് അറിയായിരുന്നു. അല്ല, ഉത്തമൻ വീട്ടിൽ വന്നോ? വന്നെങ്കിൽ എന്തിനാണ് എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഉത്തമൻ വെറുതെ വന്നതാ. വെറുതെ എന്തിനാ ഉത്തമൻ വരുന്നേ? ഉത്തമനൊന്നും പറഞ്ഞില്ലേ? ഇല്ലല്ലോ. അല്ല, ഉത്തമൻ എന്തെങ്കിലും പറയാതിരിക്കില്ലല്ലോ, അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്നോടൊന്നും പറഞ്ഞില്ല. എന്തിനാ വന്നേന്ന് ചോദിച്ചപ്പോ ഇതുവഴി പോയപ്പോ വെറുതെ കേറുതാന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ പോരല്ലോ, വെറുതെ വിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. ഉത്തമൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. എന്നോടൊന്നും പറഞ്ഞില്ല മോനേട്ടാ. എനിക്ക് ഒരുപാട് ജോലി ഇനിയും ബാക്കിയുണ്ട്. മോഹനേട്ടനോട് പിടിപ്പത് പണിയുണ്ടാവൂലോ, അപ്പോ അത് നടക്കട്ടെ. ശരി. ഹലോ ഹലോ, അതെന്താ ഒന്നും പറയാതെ പോയത്? ഞാൻ വെച്ചിട്ടുള്ളൂ. നമസ്കാരം കാജൽ സാറേ. ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ തന്നിരുന്നു. അത് കൊള്ളാലോ വിജയൻ ചേട്ടാ. ഇന്നലെ അപേക്ഷ തന്നതല്ലേ ഉള്ളൂ. ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സർട്ടിഫിക്കറ്റ് തരാനാ? അത് ശരിയാ. ഇവിടെ വിജയൻ ചേട്ടന്റെ അപേക്ഷ മാത്രമല്ലല്ലോ ഉള്ളത്, ഒരുപാട് ആളുകളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാനുണ്ട്. കൊച്ചിന്റെ സ്കൂളിലെ ഫീസിന്റെ പ്രശ്നമാണ് സാറേ. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ ഫീസിൽ ഇളവ് ചെയ്യില്ലെന്ന് അവര് പറയുന്നത്. നാട്ടിൽ എത്രയോ സർക്കാർ സ്കൂളുകൾ ഉണ്ടായിരുന്നു. കൊച്ചിനെ അവിടെ എവിടെയെങ്കിലും ചേർത്തുന്നെങ്കിൽ ഫീസേ കൊടുക്കേണ്ടി വരില്ലായിരുന്നു.
അത് ചെയ്യാതെ കൊച്ചിനെ അങ്ങ് കൊമ്പത്തെ സ്കൂളിൽ ചേർക്കുമ്പോഴേ ആലോചിക്കണായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് എന്നതേ കിട്ടും സാറേ. ആഹാ, ഇതാര് വിജയനോ? ദാ, നിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് സാർ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതിയോ? പിന്നെ വിജയൻ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞത് കാരണം സാർ ഇന്നലെ വൈകിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചു. മോഹനേഷ് സാറിനെ ദൈവം രക്ഷിക്കും. സാറിനെ പോലെ നല്ല മനസ്സുള്ള ഒരാളുള്ളത് കൊണ്ട് എന്റെ കാര്യം നടന്നു. വിജയൻ സാർ സർട്ടിഫിക്കറ്റ് എഴുതിയെന്ന് പറഞ്ഞു. വലിയ ഉപകാരമായി സാർ. ഇന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിജയൻ വരൂ. ചെല്ലേ, സർട്ടിഫിക്കറ്റ് സാറിന്റെ മേശപ്പുറത്തുണ്ട്. ശരി സാർ. നാട്ടിലാരും സാറിനെ പറ്റി നല്ലത് പറയുന്നില്ല എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? വിജയന് ഈ നാട്ടുകാരൻ തന്നെയാണല്ലോ, പറഞ്ഞ കേട്ടില്ലേ? സാർ വിജയന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഉപകാരം സാർ. ഇത്ര പെട്ടെന്ന് ഇത് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യമല്ലേ, അത് തടസ്സപ്പെടുത്തുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കിയത്. സാറിനോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. നന്ദിയുള്ളത് നല്ലതാ, പക്ഷെ അതിങ്ങനെ പറയുന്നുണ്ടാവുന്നില്ലല്ലോ. എന്താ സാർ? അല്ല, എന്റെ ഭാര്യ സത്യഭാമയെ വിജയൻ അറിയാലോ? അറിയാം. അവള് പറയുന്നത് ഞാൻ ആർക്കും ഒരു സഹായം ചെയ്യുന്നില്ലെന്ന്. ഒരു വില്ലേജ് ഓഫീസർ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് എന്നും എനിക്ക് തന്നെ ഇപ്പൊ വീട്ടിൽ പോയി പറയാൻ പറ്റൂ. സത്യം പറഞ്ഞ എന്റെ സഹായം കിട്ടിയ വിജയനെ പോലുള്ളവർ ഭാമയോട് അതേപ്പറ്റി പറഞ്ഞിരുന്നെങ്കിൽ അവളിങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അതിനെന്താ സാർ, ഞാൻ പോയി പറയാം സാർ. പറയുന്നത് നല്ലതാണ്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് വിജയൻ പോയി പറയുന്നത് പറയണ്ട. ഇല്ല സാർ. അപ്പൊ വിജയൻ പോയിക്കോളൂ. ഓ ശരി സാർ, വലിയ ഉപകാരം. ഉത്തമം പറഞ്ഞില്ലെങ്കിൽ എന്താ, വിജയൻ പോയി പറഞ്ഞോളൂ. പക്ഷേ വിജയൻ മാത്രം പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. സുശീലനുണ്ടല്ലോ. ഹലോ. ഇത് സുശീലനല്ലേ? അതെ. ഞാൻ കെ മോഹനേഷ് സാറാ, വില്ലേജ് ഓഫീസർ. നമസ്കാരം സാർ. കഴിഞ്ഞ ആഴ്ച സുശീലൻ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? അതെന്ത് ചോദ്യമോ സാർ? അപേക്ഷ തന്നതിന്റെ പിറ്റേ ദിവസം തന്നെ സാറിനേക്ക് സർട്ടിഫിക്കറ്റ് തന്നല്ലോ. അങ്ങനെ കിട്ടിയത് കൊണ്ട് എന്റെ കാര്യം നടന്നു. ബാങ്കിലെ ലോൺ ശരിയായി സാർ. എന്നിട്ട് സുശീലൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ? അയ്യോ ക്ഷമിക്കണം സാർ, തിരക്കിനിടയിൽ ഞാൻ മറന്നുപോയതാ. ഈ എന്റെ ഭാര്യ ഇന്ന് രാവിലെ ചോദിക്കുക, മോഹനയുടെ നാട്ടുകാർക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ടല്ലോ, 10 പൈസ കൈക്കൂലി വാങ്ങുന്നുമില്ല, എന്നിട്ടും ഒരാൾ പോലും നന്ദി വാക്ക് പറയാത്ത എന്താന്ന്. അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല സാർ. അത് മാത്രമല്ല, എന്റെ ഭാര്യയ്ക്ക് സാർ കൺകണ്ട ദൈവമാ. സാറിന്റെ സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ലോൺ കിട്ടിയെന്ന് അവള് പറയുന്നത്. പിന്നെ സുശീല ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ എന്റെ വീട്ടിൽ പോയി എന്റെ ഭാര്യയോടൊന്ന് പറയൂ. ഞാൻ നാട്ടുകാരെയൊക്കെ സഹായിക്കാറുണ്ടെന്ന് അവള് വിശ്വസിച്ചോട്ടെ. എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ ഇപ്പൊ തന്നെ പോവാം. പിന്നെ ഞാൻ പറഞ്ഞു വിട്ടാണെന്ന് അവൾക്ക് തോന്നണ്ട. ഇല്ല സാർ. സുശീലന്റെ വീട് അറിയാലോ? ഞാൻ കണ്ടുപിടിച്ചോളാം സാർ. അപ്പോ ശരി. എന്നെ പറ്റി നീ അറിയാൻ പോകുന്നതേ ഉള്ളു ഭാമേ. ഇതാരാണപ്പാ?
നമസ്കാരം മാഡം. നമസ്കാരം. എന്താ വിജയൻ ചേട്ടാ? ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി വന്നതാ. കേസിന്റെ കാര്യം വല്ലതാണെങ്കിൽ നാളെ വക്കീൽ ഓഫീസിലേക്ക് വന്നാ മതി. ഇന്ന് ഞാൻ കുറച്ച് തിരക്കില്ല. കേസിന്റെ കാര്യമൊന്നുമല്ല വക്കീലേ, ഞാനൊരു നന്ദി വാക്ക് പറയാൻ വന്നതാ. നന്ദിയോ? എന്നോടോ? എന്തിന്? എന്റെ മോള് പഠിക്കുന്ന സ്കൂളില് ഭയങ്കര ഫീസാ. ഫീസ് ഇളവ് തരണമെന്ന് പറഞ്ഞ് ഞാനൊരു അപേക്ഷ കൊടുത്തപ്പോ അവര് പറഞ്ഞു വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് വാ എന്ന്. ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് കാര്യം പറഞ്ഞു. സാധാരണ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 2 ആഴ്ച കയറി ഇറങ്ങേണ്ടി വരും. അവര് കൈക്കൂലിയും ചോദിക്കും. പക്ഷേ മോഹനേഷ് സാറ് ഒറ്റ ദിവസം കൊണ്ട് എന്റെ കാര്യം സാധിച്ചു തന്നു. ഇന്നലെ അപേക്ഷ കൊടുത്തു, ഇന്ന് സർട്ടിഫിക്കറ്റും തന്നു. സത്യം പറയട്ടെ വക്കീലേ, ഈ നാടിന്റെ ഭാഗ്യമാണ് മോഹനേഷ് സാറ്. ഇത്രയും നല്ലൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെങ്ങുമില്ല. ഇതൊക്കെ മോഹനേട്ടനോടല്ലായിരുന്നു പറയേണ്ടിരുന്നത്. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സാറിനോട് പറഞ്ഞാൽ സാറ് കരുതും കാര്യം സാധിക്കാനായി പോർത്തിയാണെന്ന്. പക്ഷേ ആരോടെങ്കിലും പറഞ്ഞാലല്ലേ പറ്റൂ. അതുകൊണ്ടാ വക്കീലിനെ കണ്ട് പറയാൻ വന്നേ. പറഞ്ഞതിൽ സന്തോഷം. പക്ഷെ ഇതൊക്കെ മോഹനേട്ടനോട് തന്നെ പറയുന്നതായിരുന്നു നല്ലത്. എന്തായാലും മോഹനേട്ടൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ഓ ശരി വക്കീലേ. ശരി. ഹലോ. ഭാമേ, മോഹനേട്ടനാ? എന്താണ് മോഹനേട്ടാ? എത്ര നേരമായി ഫോൺ ബെല്ലടിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തെ? എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ കരുതി അവിടെ ആരെങ്കിലും വന്ന് കാണും, നീ അവരോട് ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന്. ഇവിടെ ആര് വരാൻ? അല്ല, ആരെങ്കിലും ഒക്കെ വരാലോ. ആര് വന്നില്ലേ? ആ, ഇപ്പൊ നമ്മുടെ വിജയൻ ചേട്ടൻ വന്നിരുന്നു. ഓ, ഏത് വിജയൻ ചേട്ടനാണെന്നാ മോഹനേട്ടൻ കരുതിയത്? വട്ടപ്പറമ്പിലെ വിജയനായിരിക്കും. ശ്ശോ, മോഹനേട്ടനെ സമ്മതിക്കണം. അതെങ്ങനെ മനസ്സിലായി? അല്ല, ഞാൻ ഊഹിച്ചായിരുന്നു. പിന്നെ വിജയൻ എന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മോഹനേട്ടാ. ആര് വന്നിട്ടുണ്ട് മോഹനേട്ടാ? ഞാനൊന്ന് നോക്കട്ടെ. സുശീലനായിരിക്കും. അത് ആരെങ്കിലും ആയിരിക്കും. നീ പോയി നോക്ക്. ആ ശരി ശരി. എന്താ? മോഹനേഷ് സാറിന്റെ വീടല്ലേ? അതെ. സാർ ഇവിടെ ഉണ്ടോ? ഈ സമയത്ത് സാർ എങ്ങനെയാണ് ഇവിടെ കാണുക? സാർ ഓഫീസിൽ പോയില്ലേ? ഓ, ഞാനത് ഓർത്തില്ല. സാറിനെ കണ്ട് ഒരു നന്ദി പറയാൻ വേണ്ടി വന്നതാ. എന്തിന്? കഴിഞ്ഞ ആഴ്ച ഞാനൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചിരുന്നു. അത് ഒരു ലോൺ എടുക്കാൻ വേണ്ടിയായിരുന്നു. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ കാര്യം നടക്കുമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. എന്റെ ചേച്ചി ഒന്നും പറയണ്ട. സാർ അപ്പൊ തന്നെ എന്റെ വീടിനടുത്ത് വന്ന് സ്ഥലം അളന്ന് നോക്കി, ആഫീസിൽ ചെന്ന് എന്റെ കടലാസൊക്കെ നോക്കി സർട്ടിഫിക്കറ്റ് എഴുതി കൈ തന്നു. അതിന് വേറെ ആരായാലും അങ്ങനെ ഒരു ആത്മാർത്ഥത കാണിക്കില്ല. മോഹനേഷ് സാർ ആയതുകൊണ്ട് മാത്രം എത്രയും പെട്ടെന്ന് എന്റെ കാര്യം നടന്നത്. കാര്യം നടന്നില്ലേ? ഇനി എന്താ വേണ്ടത്? അല്ല, സാറിനോടൊരു നന്ദി പറയാൻ പറ്റിയില്ല. ഞാനും കുറച്ച് തിരക്കിലായി പോയി. ഇന്ന് എന്റെ ഭാര്യ എന്നെ ഓർമ്മിപ്പിച്ചപ്പോഴാ ഞാനും അത് ഓർത്തത്. എന്റെ ഭാര്യയ്ക്ക് മോഹനേഷ് സാർ എന്ന് പറഞ്ഞ ദൈവമാ. അവള് പറഞ്ഞു സാറിനോട് നന്ദി പറഞ്ഞിട്ട് വീട്ടിൽ കയറിയാ മതിയെന്ന്. അതാ ഞാൻ ഓടി വന്നത്. ഞാൻ ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാ മതി. സുശീലം വന്നെന്ന് പറഞ്ഞാ മതി. ഓ ആയിക്കോട്ടെ. അപ്പോ ഞാൻ വരട്ടെ. ശരി. എന്തോ കാര്യമായിട്ട് തന്നെ ഉണ്ടല്ലോ. വേറെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരെ പറ്റിയും വേണമെങ്കിൽ നല്ലത് പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ നല്ലത് പറയണമെങ്കിൽ അവരെ പറ്റി എനിക്ക് നല്ലത് തോന്നണം. അല്ലെങ്കിൽ അവരെ പറ്റി വേറെ ആരെങ്കിലും എന്നോട് നല്ലതൊന്ന് പറയണം. ഒരാളെ പറ്റിയും ഒരാളും എന്നോട് നല്ലത് പറഞ്ഞിട്ടില്ല.
അപ്പൊ അതായിരുന്നു കാര്യം. വില്ലേജ് ഓഫീസർ ആസൂത്രണം ചെയ്ത നാടകമാണ് അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യനെ പ്രാന്താശുപത്രി കൊണ്ടുള്ള കാലം കഴിഞ്ഞു. എല്ലാം കഥ മതിയല്ലോ. ഓ ഹലോ, ഭാമേ, മോഹനേട്ടനാ. മോഹനേട്ടന് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇതാ ഞാനൊരു കഴുതയാണ് എന്ന് മോഹനേട്ടൻ കരുതരുത്. രാവിലെ ഞാൻ ആ ചന്ദ്രപ്പൻ ചേട്ടനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞതിന്റെ പേരിലാണോ മോഹനേട്ടൻ ഈ വേഷം കെട്ടുന്ന മുഴുവൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്തൊക്കെയാ പറയുന്നത്? ഉത്തമം വന്നപ്പോഴേ ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. മോഹനേട്ടൻ ആള് കൊള്ളാനോ മോഹനേട്ടാ? വഴി കാണാൻ ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോണ്ടിരിക്കുകയാണോ? അയ്യോ, ഞാനോ? എനിക്കൊന്നും അറിയില്ല. ആ, എന്നാ എനിക്കെല്ലാം അറിയാം. ഇനി എത്ര പേരോട് ഇങ്ങോട്ട് വരാനുണ്ട്? ഇനിയിപ്പോ അല്ല, അതൊന്ന് പറഞ്ഞേ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. ആ, അടുത്ത ആൾ വന്നിട്ടുണ്ട്. മോഹനേട്ടാ, ഇനി വരുന്ന ആളുകൾ എന്റെ വായിലിരിക്കുന്നത് കേൾക്കും. പിടിപ്പത് ജോലി ഇവിടെ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത്. അത് ചെയ്തു തീർക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നവന്റെ അന്ത്യമായിരിക്കും. ആഹാ, ശരിയായി കൊടുക്കാൻ. എബ്രാ സാർ എന്താ ഈ വഴിക്ക്? ഞാൻ സത്യഭാമയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ സാർ? സ്കൂളിൽ കഴിഞ്ഞ ശനിയാഴ്ച ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നല്ലോ. ആ, കുട്ടികളിൽ മതേതരത്വവും ജനാധിപത്യ ബോധവും ഒക്കെ വളർത്താൻ വേണ്ടി ഒരു സെമിനാർ സംഘടിപ്പിച്ചപ്പോ മോഹനകൃഷ്ണനെ കൊണ്ട് പ്രസംഗിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. എന്റെ ലക്ഷ്യം മോശമായില്ല. മോഹനകൃഷ്ണൻ വന്നു, ഭംഗിയായി സംസാരിച്ചു. കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ വളരെ സന്തോഷമായി. സത്യം പറഞ്ഞാൽ ആ ചടങ്ങിൽ മോഹനകൃഷ്ണൻ വന്നില്ലായിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായി പോവായിരുന്നു. കാരണം ഇത്തരം കാര്യങ്ങളിൽ മോഹനകൃഷ്ണന്റെ അത്രയും വിവരമുള്ള ആരാ ഈ നാട്ടിലുള്ളത്? ഈ നാടിന്റെ ഭാഗ്യമാണ് മോഹനകൃഷ്ണൻ. സത്യസന്ധൻ, മാന്യൻ, ഗാന്ധിയൻ. അങ്ങനെ ഏതൊക്കെ തരത്തിലാ മോഹനകൃഷ്ണനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മതി സാർ. മോഹനേട്ടൻ ആള് പരമയോഗ്യനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് എന്ന് മോഹനേട്ടന് സംശയമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല പാമേ, ഞാൻ കാര്യമല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. ഇതിപ്പോ ഈ കാര്യം പറഞ്ഞു വരുന്ന 4ാമത്തെ ആളാണ് സാറ്. ഇതിനു മുന്നേ വന്നവരുടെ കാര്യമൊക്കെ പോട്ടെ, അവർക്കൊക്കെ മോഹനേട്ടനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ സാറിനെ പോലെ ആളിങ്ങനെ വരാനും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയാനും ഒന്നും പാടില്ലായിരുന്നു സാർ. സത്യഭാമേ, ഞാൻ പറഞ്ഞത് മതി സാർ. എബ്രാ സാറിന് എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. പക്ഷെ മോഹനേട്ടന്റെ വാക്ക് കേട്ട് ഇത്തരം ഒരു വൃത്തിയായിട്ട് പണിക്കിറങ്ങിയതോടെ സാറിനെ പറ്റിയുള്ള എന്റെ മതിപ്പ് പോയി സാർ. സാർ ഒന്നും അല്ലെങ്കിൽ ഒരു അധ്യാപകനല്ലേ? ഇതൊക്കെ മഹാമോശമല്ലേ സാർ? ഞാൻ പറയട്ടെ? വേണ്ട സാർ. ഇനി പറയാനുള്ളത് ഞാൻ മോഹനേട്ടന്റെ അടുത്ത് പറഞ്ഞോളാം. വൈകിട്ട് ഓഫീസ് വിട്ട് മോഹനേട്ടൻ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. ശരി സാർ. ഹലോ. ആ, എബ്രാ സാറോ? എന്തുണ്ട് സാർ വിശേഷങ്ങൾ? എപ്പോ? എന്നിട്ട് ഭാവ അങ്ങനെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാ സാർ, അത് പിന്നെ ഞാൻ സാറിനെ പിന്നെ വിളിക്കാം. ഭാമേ, എത്തിയല്ലോ കാന്തല്ലൂരിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണി. ഇങ്ങനൊരു വില്ലേജ് ഓഫീസറെ കിട്ടിയത് നാടിന്റെ ഭാഗ്യം. ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഇനിയുമുണ്ടോ ഭാഗ്യത്തിന്റെ കഥകൾ വല്ലതും? അല്ല, എന്തായിരുന്നു മോഹനേട്ടന്റെ ഉദ്ദേശം? നീ രാവിലെ ചന്ദ്രപ്പനെ പറ്റി എന്തുമാത്രം പുകഴ്ത്തി പറഞ്ഞു.
ചന്ദ്രപ്പൻ നല്ല മനുഷ്യനാണ്, സത്യസന്ധനാണ്, ചെല്ലുന്നവരൊക്കെ സഹായിക്കും, നാട്ടുകാർക്കൊക്കെ ചന്ദ്രപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ എന്റെ കാര്യത്തിൽ ശരിയല്ലേ? വില്ലേജ് ഓഫീസിൽ ന്യായമായ ഒരു ആവശ്യത്തിന് വന്ന ആരെങ്കിലും ഞാൻ സഹായിക്കാൻ വിട്ടിട്ടുണ്ടോ? എന്നിട്ട് നീ എന്നെ പറ്റി എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞോ? എന്റെ മോഹനേട്ടാ, മോഹനേട്ടനെ പറ്റി അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഇത്ര കൊല്ലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാ. മോഹനേട്ടനെ പറ്റി എനിക്കറിയാത്ത എന്താ ഉള്ളത് മോഹനേട്ടാ? മോഹനേട്ടൻ സത്യസന്ധനും മാന്യനുമാണ്. ഇത്രയും തങ്കപ്പെട്ട വേറൊരു ഉദ്യോഗസ്ഥനുമില്ല. ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? പറയാൻ അറിയും. എല്ലാ കാര്യങ്ങളും പറഞ്ഞാണോ അറിയുന്നത്? എന്തെങ്കിലും കേൾക്കുന്ന പാടെ അതിന്റെ മുഴുവൻ അന്വേഷിക്കാതെ ഇങ്ങനെ എടുത്തു ചാടുന്ന മോഹനേട്ടന്റെ സ്വഭാവമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. എന്റെ മോഹനേട്ടൻ എടുത്തിയാട്ടെ എന്നാണ് തീരുക? ഞാൻ ആകെ നിർത്തിയല്ലോ. അയ്യോ, എപ്പോ? ഇനി ആരാണത്? സാറ് പറഞ്ഞു വിട്ട് ആരെങ്കിലും ഇനി വരാനുണ്ടാ? ഇനിയിപ്പോ ഇല്ലെന്ന് തോന്നുന്നു. വാ നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി വരേണ്ടി വന്നു. സത്യഭാമയ്ക്ക് അത് ബുദ്ധിമുട്ടായോ? നേരത്തെ വന്നപ്പോ സത്യഭാമ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അതൊരു വലിയ സങ്കടമായിപ്പോയി. പിന്നെ മോഹനേഷനെ വിളിച്ചപ്പോഴാ കാര്യം മനസ്സിലായത്. എനിക്ക് മുമ്പേ ആരൊക്കെയോ ഇവിടെ വന്നുവെന്നും അവരെയൊക്കെ മോഹനേഷൻ പറഞ്ഞു വിട്ടതാണെന്നും മോഹനേഷൻ പറഞ്ഞു. പക്ഷേ എന്നെ ഇയാൾ പറഞ്ഞു വിട്ടതല്ല. അതുമാത്രമല്ല, ഞാൻ ഇയാളെ പുകഴ്ത്തി പറയാൻ വന്നതാണെന്ന് സത്യഭാമ കരുതിയതും തെറ്റ്. പറയാൻ വന്ന കാര്യങ്ങൾ പറയുന്നതിന് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം. പുകഴ്ത്തലായിരുന്നില്ല. സാറ് വന്നത് നിന്നോട് നന്ദി പറയാനാ? എന്നോടോ? അതെ. സ്കൂളിലെ സെമിനാറിന് മോഹനേഷൻ വന്നതും പ്രസംഗിച്ചതും ഒക്കെ നന്നായി. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സെമിനാർ കഴിഞ്ഞ് എല്ലാവരും കൂടി അവിടെ വെച്ച് മോഹനേഷനെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പൊ മോഹനേഷൻ പറഞ്ഞു ഇയാൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാര്യങ്ങൾ കേട്ടപ്പോ സത്യഭാമയാണ് ഇയാളെ നിർബന്ധിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന്. മോഹനേട്ടൻ പോകണോ വേണ്ടിയോ എന്ന് ആലോചിച്ചപ്പോ ഞാനൊന്ന് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത് നേരെ തന്നെയാ. ആ പ്രോത്സാഹനം കൊണ്ടാ ഇയാൾ വന്നത്. അങ്ങനെ ഇയാളെ പറഞ്ഞു വിട്ടതിന് സത്യഭാമയോട് നന്ദി പറയാനാ ഞാൻ വന്നത്. അല്ലാതെ മോഹനേഷനെ പുകഴ്ത്താനല്ല. സത്യഭാമയെ പോലൊരു ഭാര്യ ഉള്ളതാ ഇയാളുടെ ഭാഗ്യം. എല്ലാ പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുന്നാണല്ലോ പ്രമാണം. നിങ്ങളുടെ കാര്യത്തിൽ അത് അച്ചട്ടാ. സാർ ക്ഷമിക്കണം, ഞാൻ കാര്യം അറിയാതെ. സാരമില്ല, ഞാനത് അപ്പോഴേ മറന്നു. എന്നാലും സത്യം ഇവിടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. ഞാൻ വരട്ടെ. എല്ലാത്തിനും കാരണം മോഹനേട്ടനാ. മോഹനേട്ടൻ ആ ആൾക്കാരെല്ലാം പറഞ്ഞു വിട്ടതുകൊണ്ടല്ലേ ഞാൻ എബ്രഹാം സാറിനെ സംശയിച്ചത്. ഒരാൾ ഒരു കാര്യം പറയുമ്പോ അത് മുഴുവൻ പറയാൻ സമ്മതിക്കാത്തത് നിന്റെ തെറ്റ്. നിന്നെ പറ്റി നല്ലത് പറയാൻ വന്ന എബ്രഹാം സാറിനെ നീ തന്നെ ഓടിച്ചുവിട്ടു. ആമേ, എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ എടുത്തിയാട്ടം പാടില്ല, എടുത്തിയാട്ടം പാടില്ല എന്ന്. എങ്ങനെ എടുത്തിയാട്ടം പാടില്ലെന്ന്? കൂലിക്ക് ആളെ വെച്ച് പുകഴ്ത്തി പറയാൻ മെനക്കെടുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ മോഹനകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.